നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ആയിരക്കണക്കിന് പേരെ അണിനിരത്തിയ നിലമ്പൂർ ചന്തക്കുന്നിലെ വിശദീകരണ യോഗത്തിൽ പിന്മാറില്ലെന്ന സന്ദേശം നൽകിയ PV അൻവർ MLA നടത്തിയ 2.5 മണിക്കൂർ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനും ADGP അജിത് കുമാറിനും അതിരൂക്ഷ വിമർശനം. പോലീസിനെതിരെയും സ്വർണ്ണക്കള്ളക്കടത്തിനെയും കുറിച്ച് പറഞ്ഞതിന് മുഖ്യമന്ത്രി തന്നെ കള്ളനായി ചിത്രീകരിച്ചെന്ന് തുറന്നടിച്ച അൻവർ, തനിക്കെതിരെ പല കേസുകളും വന്നതിന് പിന്നിൽ CPMൽ ചേർന്നതിനു ശേഷമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. പുതിയ പാർട്ടി രൂപീകരിക്കില്ലെന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വ്യക്തമാക്കി PV അൻവർ. എന്നാൽ ജനം പാർട്ടിയായി മാറിയാൽ അതിൻ്റെ പിന്നിലുണ്ടാകുമെന്നും അൻവർ അറിയിച്ചു. കാല് വെട്ടിക്കൊണ്ടുപോയാൽ താൻ വീൽചെയറിൽ വരുമെന്നും അതുകൊണ്ടാണെന്നും പിന്തിരിയുമെന്ന് ആരും കരുതേണ്ടെന്നും തന്നെ വെടിവെച്ചു കൊല്ലേണ്ടി വരുമെന്നും അൻവർ പറഞ്ഞു. നാളെ ഈ നാടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെടികൊണ്ട് താൻ വീണാലും മറ്റൊരു അൻവർ വരണമെന്നും ചെറുപ്പക്കാർ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിയരുതെന്നും അൻവർ അഭ്യർത്ഥിച്ചു. സംഘപരിവാർ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയ 2026 തെരഞ്ഞെടുപ്പിൽ BJP 25 സീറ്റ് പിടിക്കുമെന്നും 2031 അവർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്നും അൻവർ വ്യക്തമാക്കി. കേരളത്തിൽ സർക്കാരും പാർട്ടിയും സംഘപരിവാറുമായി സന്ധി ചെയ്യുന്നു എന്ന പ്രചരണം രാഷ്ട്രീയമായി ചെറുക്കാൻ CPM നിർദ്ദേശം. ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ വരെ കേന്ദ്രം പ്രതിസന്ധിയിലാക്കിയതും ദുരന്ത നിവാരണത്തിന് പണം നൽകാത്തതും ഉന്നയിച്ചുള്ള രാഷ്ട്രീയ പ്രചരണത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഉന്നതരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന് സ്വയം വെളിപ്പെടുത്തിയ PV അൻവർ MLAക്കെതിരെ പോലീസ് കേസെടുത്തു. സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചെന്നും FIRലുണ്ട്. കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ തോമസ് പീലിയാനിക്കലിൻ്റെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. PV അൻവർ MLAയുടെ വീടിന് സുരക്ഷയൊരുക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. സുരക്ഷയ്ക്കായി വീടിനു സമീപം പോലീസ് പിക്കറ്റ് പോസ്റ്റും ഒരുക്കും. ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അൻവർ DGPക്ക് അപേക്ഷ നൽകിയിരുന്നു. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഇന്നലെ രാത്രി 3 മണിക്കൂറോളം മുടങ്ങിയ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. താൽക്കാലിക ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അത്യാഹിത വിഭാഗം ബ്ലോക്കിലാണ് ഇന്നലെ രാത്രിയോടെ വൈദ്യുതി മുടങ്ങിയത്. ടോർച്ചിൻ്റെയും മെഴുകുതിരി വെട്ടത്തിൻ്റെയും വെളിച്ചത്തിലാണ് ആശുപത്രി പ്രവർത്തിച്ചത്. രോഗികളും ബന്ധുക്കളും ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. വൈദ്യുതി മുടങ്ങിയതിന് പിന്നാലെ ജനറേറ്ററും കേടായതാണ് പ്രതിസന്ധി കൂട്ടിയതെന്നാണ് സൂപ്രണ്ട് പറഞ്ഞു. അതേസമയം വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. NCP ദേശീയ നേതൃത്വം പറഞ്ഞത് നടപ്പിലാക്കണമെന്നേ തനിക്കുള്ളൂവെന്നും തോമസ് MLA പറഞ്ഞു. അതല്ലാതെ തനിക്ക് മന്ത്രിയാവണമെന്നില്ലെന്നും മന്ത്രിസ്ഥാനം വേണമെന്ന് ആരോടെങ്കിലും ആവശ്യപ്പെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും തോമസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച തൃശ്ശൂരിലെ ശക്തൻ നഗറിലെ ആകാശപാത ഉദ്ഘാടനത്തിന് തൃശ്ശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ക്ഷണിച്ചില്ലെന്ന് പരാതി. കേന്ദ്ര സർക്കാരിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന മന്ത്രിയേക്കാൾ മുകളിലാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാനമെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. സിദ്ദീഖിൻ്റെ കേസ് അന്വേഷിക്കുന്ന SIT സിദ്ദീഖിൻ്റെ മകൻ ഷഹീൻ്റെ സുഹൃത്തുക്കളെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്തു. ഒളിവിലുള്ള സിദ്ദീഖിനെ സഹായിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തെന്നും സിദ്ദീഖിന് സിം കാർഡും ഡോങ്കിളും എത്തിച്ചത് ഇവരാണെന്നും അന്വേഷണ സംഘം പ്രതികരിച്ചു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ നടൻ സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. സിദ്ദീഖ് ഇപ്പോഴും കാണാമറയത്താണ്. സിദ്ദീഖ് ഒളിവിൽ കഴിയുന്നതിനാൽ ഉന്നതരുടെ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തപ്പെടുന്നത്. നഗരസഭാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ രാജ്യത്ത് കേരളം 1ാം സ്ഥാനം നേടിയ വിവരം അറിയിച്ച് മന്ത്രി MB രാജേഷ്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള അർബൻ ഗവേണൻസ് ഇൻഡെക്സിലാണ് കേരളം 1ാം സ്ഥാനത്തെത്തിയതെന്നും മന്ത്രി അറിയിച്ചു.
കണ്ണൂരിലെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് 30 വർഷമായി കിടപ്പിലായി മരിച്ച CPM പ്രവർത്തകൻ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച നേതാക്കൾ. തലശ്ശേരിയിലും തുടർന്ന് ചൊക്ലിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 5 മണിക്ക് ചൊക്ലിയിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫലനിർണയത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, സഞ്ചാര സ്വാതന്ത്ര്യം തടയൽ, അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 2 പേർക്ക് കൂടി ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു. ഇരുവർക്കും രോഗം പിടിപെട്ടത് എങ്ങനെയെന്നതിൽ വ്യക്തതയില്ല. സാധാരണ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്ന സാഹചര്യമൊന്നുമില്ലാത്തവർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ മാടായിക്കാവിൽ ADGP MR അജിത് കുമാറിന്റെ ശത്രു സംഹാര പൂജ. ഇന്നലെ രാവിലെയാണ് ക്രമസമാധാന ചുമതലയിലുള്ള ADGP ക്ഷേത്രത്തിൽ സ്വന്തം പേരിൽ ശത്രു സംഹാര പൂജ നടത്തിയത്. പൂരം കലക്കല്ലും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും ADGPക്കെതിരെ അന്വേഷണം തുടരുമ്പോഴാണ് കണ്ണൂരിലെ ക്ഷേത്ര സന്ദർശനം. ADGP MR അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി RSS നേതാവ് A ജയകുമാർ. സ്വകാര്യ സന്ദർശനങ്ങൾ പതിവാണെന്നും സന്ദർശനത്തിൽ അസ്വാഭാവികതയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ ഇതുവരെ കണ്ടവരുടെ എണ്ണം നോക്കി നോട്ടീസ് അയച്ചാൽ അതിനായി പുതിയ വകുപ്പ് തുടങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ പരിഹസിച്ചു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ PK ഗോപാലകൃഷ്ണ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. RSS പ്രമാണിമാരോട് വീണ്ടും കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ പോലീസിൻ്റെ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. PV അൻവർ MLAയോട് ചോദ്യം ചോദിച്ചതിന് പാലക്കാട് അലനല്ലൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അലനല്ലൂർ സ്വദേശികളായ മജീദ്, അൻവർ എന്ന മാണിക്കൻ എന്നിവർക്കെതിരെയാണ് നാട്ടുകൽ പോലീസ് കേസെടുത്തത്. സ്റ്റോക്ക് എടുപ്പ് പ്രമാണിച്ച് ഇന്ന് വൈകിട്ട് 7 മണിയോടെ സംസ്ഥാനത്തെ ബെബ്കോ മദ്യശാല വിൽപ്പനശാലകൾ അടയ്ക്കും. പിന്നീട് 2 ദിവസം സമ്പൂർണ്ണ ഡ്രൈ ഡേ ആയിരിക്കും. നാളെ 1-ാം തീയതി ആയതിനാൽ മറ്റന്നാൾ ഗാന്ധി ജയന്തി ആയതിനാലുമാണിത്. കേരളത്തിൽ വീണ്ടും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കൊമോറിൻ തീരം മുതൽ റായമൻ സീമ വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.